എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഇഫ്താറിന് നോമ്പിനൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് ടീ ടൈം സ്നാക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവർ ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുറമെ നല്ല ക്രിസ്പി ആയതിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബോൺലെസ്, അതായത് എല്ലില്ലാത്ത പീസ്, അതായത് ചിക്കൻ്റെ പീസ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലില്ലാത്ത പീസ് ചിക്കൻ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ഇച്ചിരി മുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ്റെ പീസ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലുള്ളൊരു ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലുള്ള ഒരു കപ്പ് ചിക്കൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള ഈ ഒരു അളവിൽ മാത്രം മതിയാവും. ചിക്കൻ അഥവാ നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിനി ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് ഒരു മീഡിയം സൈസുള്ള സവാള നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർക്കുന്ന സമയത്ത് കൂടി പോകണ്ട, ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇനി ഈ ഒരു സ്നാക്കിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം കേട്ടോ. ഒരുപാട് ഉപ്പ് വേണ്ട, കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടതാണ്. അപ്പോൾ അതിനാവശ്യമായ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 പീസ് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ ബ്രെഡ് ഉപയോഗിക്കാം കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. ഈ ഒരു അളവിൽ ചിക്കൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 പീസ് ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു കോഴിമുട്ടയും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു കോഴിമുട്ടയും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ നമ്മൾ ചിക്കൻ എടുത്ത് ആ ഒരു കപ്പിൻ്റെ അതേ അളവിൽ തന്നെ ജസ്റ്റ് ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി, സാധാരണ പാൽ കേട്ടോ, ഒരുപാട് ചൂടുള്ള പാലൊന്നുമല്ല, സാധാരണ പാൽ നമുക്കിതിലോട്ട് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി അതേപോലെ ചെറിയൊരു പീസ് ഇഞ്ചി അതും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ആദ്യം ചേർക്കേണ്ടതായിരുന്നു, ചേർക്കാനായിട്ട് വിട്ടുപോയതാട്ടെ. നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ആദ്യമേ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഈ ഒരു രീതിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ബ്രെഡും ഒക്കെ നന്നായിട്ട് മിക്സായി ഇതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ആവിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കനും ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ചിക്കൻ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള, അതായത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സ് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലുള്ളൊരു സ്റ്റീമറിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ചിക്കൻ്റെ പാത്രം പതുക്കെ സെൻറ്ററിലായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാത്രം ഇതുപോലെ നന്നായിട്ട് കവറാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു സ്റ്റീമറിൻ്റെ അടപ്പിട്ട് ഏറ്റവും തീ എന്ന് പറയുന്നത് ഏറ്റവും മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് ഒരു 20-25 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ആയിക്കിട്ടും നന്നായിട്ട് ആ ഒരു ചിക്കനൊക്കെ ഉറച്ചിത് ഈ ഒരു രീതിയിൽ ആയിക്കിട്ടും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം, എങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഇനി ഇതുപോലുള്ളൊരു കത്തി വെച്ചിട്ട് ഇത് പതുക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ഷാർപ്പായിട്ടുള്ള കത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം, ഏത് രീതിയിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു കോഴിമുട്ടയിൽ കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ആ ഒരു കുരുമുളക് പൊടിയും ആ ഒരു മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി
ഇനി ഇതേ മറ്റൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റസ്ക് പൊടിച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഈ ഒരു പീസ് നമുക്ക് ആദ്യം ഒന്ന് ആ ഒരു ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു പീസിൽ എന്തെങ്കിലും നനവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രെഡ് നന്നായിട്ട് അവിടെ പിടിച്ചിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡിൽ ആദ്യം ഇതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സിൽ ഒന്ന് ഇതുപോലെ കൊണ്ട് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരുപാട് സമയം ആ ഒരു മുട്ടയുടെ മിക്സിൽ അങ്ങനെ ഇട്ട് വെക്കേണ്ട, പെട്ടെന്ന് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ പീസും നന്നായിട്ട് നമ്മുടെ ബ്രെഡിലും അതേപോലെ മുട്ടയിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. നമുക്ക് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മേലെ കോട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ എണ്ണ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ആക്കി കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ആ ഒരു ബ്രെഡ് ക്രംസ് എല്ലാം കൂടി എണ്ണയിലോട്ട് വീഴും. അതുകൊണ്ട് ചൂടായ എണ്ണ ഈ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഒരു ബ്രെഡിൻ്റെ ക്രംസ് അവിടെ അങ്ങോട്ട് കോട്ട് ചെയ്തിട്ട് ഇരുന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു ഭാഗം അങ്ങനെ മുരിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് പതുക്കെ ഇതുപോലെ നമുക്ക് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇഫ്താറിനും നോമ്പിനൊക്കെ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഇടയ്ക്ക് കൂട്ടി കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടീ ടൈം സ്നാക്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.